കേരളം സമീപകാലത്ത് കടന്നുപോയിട്ടുള്ള വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ പ്രവാസ ലോകത്ത് ഇന്ത്യക്കാരൻ ആയിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്ന വലിയൊരു ദുരന്തമാണ് കുവൈറ്റിലുണ്ടായത്. 50 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 24 മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി. വിദേശകാര്യമന്ത്രി നേരിട്ട് എല്ലാവരുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുഴുവൻ തന്നെ മനസ്സിലാക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള നേതൃത്വം വഹിച്ചു. പുതിയ വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹം ചുമതലയെടുത്തിട്ട് 2 ദിവസം മാത്രമായിരിക്കെ അദ്ദേഹത്തെ നേരിട്ട് കുവൈറ്റിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് അയച്ചു. അദ്ദേഹം അവിടെ ചെന്നു. അവിടുത്തെ എല്ലാ ആശുപത്രികളിലും ഇന്ത്യക്കാർ ചികിത്സയിലിരിക്കുന്ന മുഴുവൻ ആശുപത്രികളിലും ചെന്ന് എല്ലാവരോടും വ്യക്തിപരമായി അദ്ദേഹം കാര്യങ്ങൾ തിരക്കി. കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും അവിടുത്തെ രാജ്യരക്ഷാ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല, ഈ കാര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കും ചികിത്സയിൽ ഇരിക്കുന്ന ആളുകൾക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികളടക്കം വിദേശകാര്യ സഹമന്ത്രിയുടെ യാത്രക്കിടയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇതിനിടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ തുടരെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ തീരുമാനിച്ചത്. ഒരടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കൃതജ്ഞത കാണിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം ഇത് പറഞ്ഞത് ലോക കേരള മഹാമഹത്തിലാണ്. പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞതയുണ്ടായിരുന്നുവെങ്കിൽ പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു. ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഓടി വന്നത് തിരുവനന്തപുരത്തേക്കാണ്. കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത്.